ഹലോ ഗൈസ്, നമ്മൾ ചെറിയൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ്. വണ്ടി കുറേ ദിവസമായി. ഇപ്പം ഞാൻ വണ്ടി ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. 570 അത്രയും കിലോമീറ്റർ ആയിട്ടുള്ളൂ. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞില്ല. വണ്ടി ഒന്ന് കഴുകി, പക്ഷേ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴത്തേക്കും വണ്ടി അങ്ങോട്ട് സ്റ്റാർട്ട് ആവുന്നില്ല. ഏതാണ്ട് കാർബറേറ്റർ വണ്ടി പോലെ പിന്നെ ഇങ്ങനെ ത്രോട്ടിൽ ഓടിക്കേണ്ടി വന്നു ഇതാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വണ്ടീനെ വാക്ക് അറൗണ്ടൊക്കെ ഒന്ന് കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാര്യം പറഞ്ഞപ്പോൾ വണ്ടീനെ കാണിച്ചില്ല, ഞാൻ മാത്രം ഇങ്ങനെ ബളബളാന്ന് കാര്യം പറഞ്ഞു. അപ്പം ഇന്ന് ഫുള്ള് ഒന്ന് കാണിച്ചു. 2026 മോഡല് ഗൺമെറ്റൽ എന്ന് പറഞ്ഞ പുതിയ കളറാണ് കേട്ടോ. ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്, പിന്നെ ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ, പൊട്ടിയിരിക്കുന്നത്. എത്ര അവിടെ ഒരു ചെറിയ ക്രാക്കുണ്ട്, ഓയിൽ ലീക്ക് പോലെ ഉണ്ട്. പിന്നെ ഇവിടെ ഓയിൽ ലീക്ക് ഉണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പോയി സെറ്റാക്കി ശരിയാക്കി. ബൈക്കിലത്തെ ടയറൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ വേറെ കുറേ കാര്യങ്ങൾ, ഈ ഒരു സാധനത്തിൻ്റെ ഒക്കെ ക്വാളിറ്റി ഉണ്ടല്ലോ, ഭയങ്കര രസമാണ് കേട്ടോ. ഈ ഫുഡ് പിക്കിൻ്റെ ഒക്കെ വണ്ടി കഴുകിയത് അത്ര ഒത്തില്ല, അതാണ് സംഭവം. ഈ ഒരു ഫ്രെയിം ഭയങ്കര രസമാണ് കേട്ടോ. ഇതിൻ്റെ ഇവിടെ കൊണ്ട് വേണ്ട, ഇത് ഭയങ്കര രസമായി. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അകത്തോട്ട് പോയി ഇവിടെ നിന്ന് ഇങ്ങനൊരു സാധനം. പിന്നെ ഇതൊക്കെ കണ്ടോ, എന്തോ അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടുള്ള സാധനം കേട്ടോ. ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഉള്ളിലൊരു T ഷേപ്പാണ് ഇതിൻ്റെ ഇത് വരുന്നത്, ബ്രേക്ക് ലൈറ്റ് വരുന്നത്. പിന്നെ ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്ക് ഈ 2 സൈഡും കത്തും. ഗ്രാബ് റെയിൽ അത്ര പോരാ. എനിക്ക് ഈ വണ്ടി എടുത്ത് ഈ ബാക്കിലത്തെ ഈ ടെയിൽ തടി, സാരി ഗാർഡ്, നമ്പർ പ്ലേറ്റ് അടിയിലോട്ട് വെക്കണമെന്നുണ്ട്. പിന്നെ ഈ സാധനം ഊരിക്കളയണമെന്നുണ്ട്, ഈ സീറ്റ് ഊരിക്കളയണമെന്നുണ്ട്. ഇത് ഭയങ്കര മോഡിഫൈ ചെയ്യാൻ, അതായത് നമ്മൾ ഈ KTMൻ്റെ റോക്ക് ബഗറോസ് എന്ന് പറഞ്ഞ ഒരുത്തമുണ്ടല്ലോ, അവനിങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ അവൻ ബാക്കിലത്തെ സീറ്റിൻ്റെ ഹൈറ്റ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ തായ്ലൻഡ് സ്റ്റൈല് ഒരു സംഭവമാണ്. ഈ സീറ്റിൻ്റെ ഇത് ഇളക്കിയിട്ട് അവിടെ ഇങ്ങനൊരു സീറ്റ് കവൾ സെറ്റ് ചെയ്യും. എന്നിട്ട് ഇത് ഊരി ഈ സാധനം ഊരി ഇത് ഊരി ഒന്നുകൂടെ ഒരു 160 170, ഇപ്പം 150/60 ടയറാണ് കേട്ടോ. പിന്നെ ഈ സസ്പെൻഷൻ അഡ്ജസ്റ്റബിൾ ആണോ ഇല്ലയോ എന്നറിയില്ല. വേറെ കുറേ കംപ്ലൈൻറ്റ് കാര്യങ്ങൾ എന്തൊക്കെ പറയണം. ഇവിടെ ഈ ഒരു 390ക്ക് വരുന്ന അതേ ഒരു ഇതുണ്ടായിരുന്നത് നല്ലതായിരുന്നു. പിന്നെ ഡിസ്ക് ഫ്രണ്ടിലത്തെ, ഞാൻ ഓൾറെഡി ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു പാഡ് പെട്ടെന്ന് തേയുന്നുണ്ടോ ഒരു സംശയമില്ലാതില്ല. കണ്ടാ, ഇതെന്താ ഈ കമ്പി ഇങ്ങനെ ഇരിക്കുന്നത്? ഇത് ബാക്കിലുമുണ്ട്. അനിയൻ പറഞ്ഞ് പുതിയ മോഡൽ വണ്ടിക്കെല്ലാം അങ്ങനെ വരുന്നത്, നമ്മൾ നേരത്തെ യൂസ് ചെയ്ത വണ്ടിക്കൊന്നും അങ്ങനെ ഇല്ല. കണ്ടോ, ഇതൊന്നുകൂടെ നല്ല അടിപൊളി ഒരു റെഡായിരുന്നു തോന്നി. ഇപ്പം ഈ വണ്ടി 1-2 വട്ടം വെയിലത്ത് വെച്ച് കളർ മാറിയോ എന്നൊരു ഡൗട്ടില്ല അതില്ല. പിന്നെ വണ്ടിക്ക് ഹസാർഡ് വരുന്നുണ്ട്. ഈ ഹസാർഡ് എന്തിനാ? ഇത് കുറേ ലോറി ഡ്രൈവർ ആണെങ്കിലും നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ റീൽസിലൊക്കെ ആണെങ്കിലും അല്ലേ ചിലർക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല. കാറിൽ, ബൈക്കിൽ, ഈ സാധനത്തിലെല്ലാം ഉണ്ട് ഹസാർഡ്. അപ്പം 4 കൂടുന്ന ജംഗ്ഷനിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടി വെച്ചേക്കുവാനോ, അതായത് മഞ്ഞത്തൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടി വെച്ചേക്കുവാനോ
അത് എവിടെയെങ്കിലും വണ്ടി ആക്സിഡൻറ്റ് സംഭവിച്ച് കഴിയുമ്പം നമ്മൾ ഏതെങ്കിലും റോഡ് സൈഡിൽ കയറ്റി വെക്കാൻ നേരത്ത് രാത്രിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഇതാണ് ഈ ഹസാർഡ്. അതായത് അപ്പം 4 ഇൻഡിക്കേറ്ററും ഇങ്ങനെ ഒരുമിച്ച് കത്തും. അതിപ്പം ഓൾറെഡി NSൻ്റെ 200-ലുണ്ടോയെന്ന് അറിയത്തില്ല, NSൻ്റെ 400-ൽ, പിന്നെ MDക്കകത്ത് ഉണ്ടോയെന്ന് അറിയത്തില്ല, ഡ്യൂക്കിനകത്ത് 160-ക്കകത്ത് എല്ലാം വരുന്നുണ്ടെന്ന് തോന്നുന്നു, RCക്കകത്ത് വരുന്നുണ്ട് KTMൻ്റെ, പിന്നെ അഡ്വഞ്ചർ മോഡലിനകത്ത് ഡൊമിനറിനകത്ത് എല്ലാം വരുന്നെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ ഇച്ചിരി കണസാണ് ഇരിക്കുവാണ് കേട്ടോ. ഇത് ഈ വയറ് പിന്നെ ഇത് ഈ സാധനം, ഈ എൻജിനൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ ഈ ഒരു ഫ്രെയിം, ഇത് പിന്നെ ഇതാണ്ട് ഈ വയറ് ഇത് ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് പോലെ തോന്നുന്നുണ്ട്. പക്ഷെ ഈ ഒരു ലുക്ക് അടിപൊളിയാണ് കേട്ടോ. വേണ്ട പിന്നെ മിററൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല, ഞാൻ ഒന്നും ഊരിയില്ല. ഈ ബാക്കിലത്തെ ആ ഒരു അലൂമിനിയം ഫ്രെയിം കണ്ടോ മേളിലത്തെ, ഇത് ഭയങ്കര ലുക്കാണ് കേട്ടോ. അതാണ് വണ്ടിയുടെ ഹൈലൈറ്റ്. ആ ബ്ലാക്ക്, ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള എബോണി ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഡൂക്ക് 250-ക്കകത്ത് അതിൻ്റെ ബാക്കിലത്തെ ഫ്രെയിം വരുമ്പം ബ്ലാക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കളർ എടുക്കാത്തത്. പിന്നെ KTMൻ്റെ ഓറഞ്ച് കളറ്, പണ്ട് എനിക്ക് ഈ ഓറഞ്ച് കളറ് KTMനോട് അത്ര താല്പര്യമില്ലായിരുന്നു, അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പക്ഷേ ഫുൾ ബ്ലാക്ക് എടുക്കാനെ കൊണ്ടായിരുന്നു പ്ലാൻ. പിന്നെ ഇതിൻ്റെ പഴയ മോഡലിൽ ഒരു ഈ നീണ്ടിരിക്കുന്ന വാൾ പോലുള്ള കവിളിനകത്തായിരുന്നു ഓറഞ്ച് വരുന്നത്. അതും എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഈ ഒരു ടാങ്കി വരുന്ന ഓറഞ്ച് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ട്. അതേപോലെയാണ് ഡോമിനറിൻ്റെ 400 എന്ന് പറഞ്ഞ സാധനം, അതിനകത്തും ഒരു പച്ച കളറുണ്ട്. അതേപോലെ നിഞ്ചയുടെ പച്ച കളറ്. ഓരോ ബൈക്കിനും ഓരോരോ ഗ്രീൻ കളറ്, അതേപോലെ ഇത് പറയുക, ഓരോ വണ്ടിക്കും അതിൻ്റേതായ ഒരു കളറുണ്ട്. അതാ ഒരു പ്രായത്തിൻ്റെ ഇത് വെച്ചിട്ടേ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളൂ. പണ്ട് എനിക്കും ഇങ്ങനെ കണവണാന്ന് കുറേ കളർ ഇറക്കുമ്പോൾ വലിയ വണ്ടികളോട് താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഈ ലുക്ക് ഉണ്ടാവും, ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ, കണ്ടോ അവിടെ ഒരു ഗ്യാപ്പ്. എന്തൊക്കെ പറഞ്ഞാലും വണ്ടിക്കകത്ത് കുറേ ഗ്യാപ്പ് കാര്യങ്ങളുണ്ട്. ഇതിപ്പം ഞാൻ വണ്ടി എടുത്തപ്പം ഈ കളർ ഓൾറെഡി കേരളത്തിലെങ്ങും വന്നിട്ട് പോലുമില്ല, ഈ ഗൺമെറ്റൽ എന്ന് പറഞ്ഞ പുതിയ കളറ്. അപ്പം ഞാൻ ഒരു ഹിന്ദിക്കാരൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ട് അങ്ങനെ ഇത് ബുക്ക് ചെയ്ത് വണ്ടി 2 ആഴ്ചത്തോളം എടുത്ത് അങ്ങനെ വന്ന് പിന്നെ നമ്പരൊക്കെ ആച്ച് ചെയ്ത് കണവണാന്ന് അതിൻ്റെ കുറച്ച് വീഡിയോസ് കാര്യങ്ങൾ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. RTOയിൽ നമ്മൾ കറക്റ്റ് നമ്പർ അടുത്തുള്ള ഡൂറി സെക്ഷൻ അല്ലാത്തതുകൊണ്ട് കുറേ പണിയൊക്കെ കിട്ടി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മറ്റേ പഴയ വീഡിയോക്കകത്തുണ്ട്. അപ്പം നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ അടുത്ത ഡൂറി സെക്ഷനിലുള്ള അടുത്ത RTOയുടെ ഇത് തന്നെ കൊടുക്കണം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ മുക്കിന് RTO ആയതുകൊണ്ട് അപ്പം അവർ ലേറ്റാക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ പേപ്പർ ഷോറൂമിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോയി നമ്മൾ പഴയ RTO കാണിച്ച് പിന്നെ അടുത്തുള്ള RTOയിൽ അവർ അപ്രൂവ് ആക്കി അങ്ങനെ ദിവസങ്ങൾ ഇതാക്കിയൊക്കെയാണ് വണ്ടി കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് വണ്ടി ഫുള്ള് ചെക്ക് ചെയ്തെടുക്കാൻ പറ്റിയില്ല. ഞാൻ ആദ്യമേ കാണിച്ച പോലെ തന്നെ ആ എൻജിൻ്റെ ഒന്ന് ഓയിൽ ഫിൽറ്ററിൻ്റെ അവിടുത്തെ ഒരു ലീക്ക്, പിന്നെ അതിൻ്റെ തൊട്ട് മേളിൽ കോളിൻ്റെ ആ ഭാഗം അങ്ങനെ ഒരു വെട്ട്, പിന്നെ ഈ എയർ ഇതുപോലെ ഒരു സാധനം ഇച്ചിരി ഗ്യാപ്പ്. പിന്നെ ഞാൻ വേറൊരു വ്ളോഗ് മറ്റേ ഇൻസ്റ്റയിലെ റീല് കണ്ടപ്പം ആ പയ്യനും ഇതേപോലെ പറയുന്ന കേട്ട് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് അധികം ലൈഫ് കിട്ടത്തില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു.
അപ്പം നിങ്ങൾ വണ്ടി എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എനിക്കൊറ്റ കാര്യമേ പറയുള്ളൂ, ചെറിയ സ്കൂട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓടിച്ച് പ്ലാന് ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും. എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം പവറുള്ള വണ്ടിയാണ്. പിന്നെ ഫസ്റ്റ് സർവീസ് കഴിയാതെ സ്പീഡ് കാര്യങ്ങൾ എടുക്കാതിരിക്കുക. കേരളത്തിലെ റോഡ് ആണ് അത്. നമ്മൾ ഓപ്പോസിറ്റ് വരുന്നത് പൊട്ടന്മാരാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നോക്കിയൊക്കെ വണ്ടി ഓടിക്കുക. പിന്നെ വണ്ടി എടുക്കുന്നവരെ സംബന്ധിച്ച് ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ ഭയങ്കര ഐക്കാച്ചിയാണ്. നമ്മളെ ഒരു കുഞ്ഞ് നോക്കിയില്ലെങ്കിലും വണ്ടി എല്ലാവരും നോക്കും. നിങ്ങൾ പ്രായമൊന്നും നോക്കണ്ട. അത് ഞാൻ വേറൊരു റീലിനകത്ത് കണ്ടതാണ്. ഡ്യൂക്ക് 250 40 വയസ്സായാലും അവർക്കും 45 വയസ്സുള്ളവർക്കും എല്ലാം ഇത് ഫൺ ടു ഡ്രൈവാണ്. ഇത് ഓടിച്ച് അവർ സുഖം കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. വണ്ടി ഇപ്പം ആദ്യമേ ഞാൻ വീഡിയോ കൊടുത്തപ്പം ആ വണ്ടി നിർത്തിയിടുമ്പോൾ സൗണ്ട് എന്ന് പറയുമ്പോൾ പഴയ KTMൻ്റെ സൗണ്ടല്ല, അതത്ര പോരാ. പക്ഷേ വണ്ടി ഒരു 4000-5000 RPM അധികം RPM കയറ്റാതെ. ഇപ്പോൾ ഫസ്റ്റ് സർവീസിൽ തന്നെ ഞാൻ വണ്ടി സ്പീഡ് കയറ്റിയില്ല. അല്ലാതെ തന്നെ ചെറിയ നോർമൽ ടൈപ്പ് ഗിയർ മാറി വരുമ്പോഴത്തേക്ക് ആ പഴയ ഡ്യൂക്കിൻ്റെ സൗണ്ട്, RCയുടെ സൗണ്ട് വരുന്നുണ്ട്. മറ്റേതെന്തോ വണ്ടി നിർത്തിയിടുമ്പോഴേ ആ ഒരു സൗണ്ടല്ലേ, പക്ഷേ ഇത് ഓടിക്കുമ്പോഴാണ് ആ ഒരു സൗണ്ട്. നിങ്ങൾ വണ്ടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കംപ്ലൈൻറ്റ് ഇതായിട്ടുണ്ട്, പിന്നെ നിങ്ങളുടെ ഇതെല്ലാം ഒന്ന് അറിയിക്കുക. അപ്പോൾ നമുക്കും മനസ്സിലാകാൻ വേണ്ടി പറ്റും. പിന്നെ വണ്ടി എടുക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ച് എപ്പോഴും വണ്ടി മാറ്റി എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറേ നാൾ വെയിറ്റ് ചെയ്യുക. കഷ്ടപ്പെട്ട് സ്വന്തം പൈസയ്ക്കൊക്കെ തന്നെ വണ്ടി എടുക്കാമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഓക്കെ. പിന്നെ വേറെ കുറേ കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ച് മറന്നുപോയി. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സ്ട്രീം ചെയ്ത അവിടെ വെച്ചായിരുന്നു. അപ്പം ആൾ ഇന്നും ഇതുവഴി വരാൻ ചാൻസ് ഉണ്ട്. അതിനു മുമ്പേ ഞാനൊരു വീഡിയോ ഞാൻ എടുത്തതന്നേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണുന്നു, ഇന്ന് സംസാരിക്കുന്നൊന്നുമില്ല. അവളോട് എന്താ പറയുക, തൻ്റെ ഇടം കൂടുതലാണ്. പിന്നെ ധൈര്യവും തൻ്റെ ഇടവും കുറച്ച് അഹങ്കാരവും പിന്നെ ദേഷ്യവും കണ്ണിലെ തിളക്കവും എല്ലാം എൻ്റെ കണ്ടിട്ട് ഞാൻ സംസാരിച്ചെല്ലാം കുളവാക്കി. അങ്ങനെ എന്തായാലും ഇന്ന് ഇപ്പം അത് സംഭവം കഴിഞ്ഞിട്ട് 2-3 ദിവസമായി. നമ്മളപ്പോഴേ സ്കൂട്ടായി അവിടുന്ന്. അവൾ അപ്പോഴേ ആ സ്കൂട്ടിയും കൊണ്ട് പറപ്പിച്ച്. എന്തായാലും ഒന്നുകൂടെ ഒന്ന് കാണണമെന്ന് തോന്നി. അത് കഴിഞ്ഞ് ഇനിയിപ്പം അങ്ങാണം ഏതെങ്കിലും ദേശത്ത് ജോലിക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടുകൂടെ ഇറങ്ങിയാണ്. പിന്നെ വണ്ടിയുടെ ഒരു വീഡിയോ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇപ്പം ഏകദേശ കാര്യങ്ങളൊക്കെ സെറ്റായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇപ്പം തന്നെ കുറേ നേരമായി ചളബളബിൾ എന്നൊക്കെ പറയുന്നു. വണ്ടി നിങ്ങൾ പറയൂ ഗൈസ് എങ്ങനെയുണ്ടെന്ന്. പിന്നെന്താ, പിന്നെ സെപ്പറേറ്റ് വേറെ ഒന്നുമില്ല. ഇതിപ്പം ഒന്ന് നോക്കാം. വണ്ടിയുടെ ചാവി ഇട്ടിട്ട് ഞാൻ നേരത്തെ വണ്ടി ഒന്ന് അധികം നമ്മൾ പ്രഷർ വാഷറല്ല, പൈപ്പിൽ നിന്ന് നേരെ വെള്ളം മറ്റേ ഒരു ഓസ് കണക്ട് ചെയ്ത് അങ്ങനെ കുറച്ച് അടിച്ച് കഴുകിയായിരുന്നു വണ്ടി. അപ്പം ചെറിയ കംപ്ലൈൻറ്റ് പറ്റിയായിരുന്നു. അതായത് ഓൺ ആവുന്നില്ല. അതായത് കാർബറേറ്റർ വണ്ടി പോലെ ഓഫായി പോകുന്നു. ഈ മാതിരി വണ്ടിയിൽ ഫ്യൂവൽ പമ്പ് ആയതുകൊണ്ട് ചാവി ഓണാക്കി കുറച്ച് വെയിറ്റ് ചെയ്യുക. അതേപോലെ കിൽ സ്വിച്ച് ഓണാക്കി കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഫ്യൂവൽ പമ്പ് ഓണാൻ വേണ്ടിയാണ്. അതിൻ്റെ എല്ലാം സൗണ്ട് മാറിയിട്ടേ സെൽഫ് അടിക്കാം. ഇപ്പോൾ സെറ്റായി. അപ്പോൾ നേരത്തെ എന്തോ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഡയറക്റ്റ് കീ ഓഫ് ചെയ്തത്. ഞാനിപ്പം ഈ ഓയിൽ ഫിൽറ്ററിൻ്റെ കാണിക്കാനെ കൊണ്ട് നമ്മുടെ ആ ഷോറൂമിൽ തന്നെ, പിന്നെ ലോക്കൽ സർവീസ് ലോക്കലായിട്ടുള്ള ഇതിലൊന്നും നമ്മൾ കാണിക്കരുത്. വണ്ടിയുടെ വാറണ്ടി ഇത് പോകും. അപ്പം നമ്മൾ നേരെ സർവീസ് മാത്രം കയറ്റിയാൽ വണ്ടിക്ക് വാറണ്ടി കാര്യങ്ങൾ കിട്ടും. അയാളത് ഊരി സാധനം എന്തോ റിങ്ങോ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട്, പക്ഷേ ഇപ്പോൾ റെഡിയായെന്ന് തോന്നുന്നു. എന്നാലും ഒരു പൊടിക്കൂടെ ഒരു ലീക്ക്, അത് ഇനി അത് ക്ലീൻ ചെയ്തിട്ട് വണ്ടി ഒന്ന് വാഷ് ചെയ്ത് തന്നായിരുന്നു. ഈ അടിഭാഗം മാത്രം അത് നല്ലപോലെ വാഷ് ചെയ്യാത്തതുകൊണ്ടാണോ ഇത് കുറച്ചുകൂടെ വണ്ടി ഓടിക്കഴിഞ്ഞാൽ ആ ലീക്ക് കാര്യങ്ങളുണ്ടോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പം ശരി ഗൈസ്. ഇങ്ങനെ വേണം ഓഫ് ചെയ്യാൻ.
2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. വേണേ ഇതുകൂടെ ഒന്ന് കാണിച്ചു തരാം. വണ്ടിക്ക് 2 റൈഡിങ് മോഡൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഹെഡ്ലൈറ്റ് അടിപൊളിയാണ്.